Hi all, welcome to RK Food Family. കണ്ടില്ലേ, ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള എന്നാൽ നല്ല ചീസി ആൻഡ് സ്മോക്കി ആയിട്ടുള്ള സമൂസാണ്. ഒരു വെറൈറ്റി ഫില്ലിങ്ങോട് കൂടിയിട്ടാട്ടോ. അപ്പോൾ നമുക്കൊന്ന് കാണാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 150 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 2 വെളുത്തുള്ളിയും ചെറിയൊരു പീസ് ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവിനായിട്ട് 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് പൊടികൾ വേണം. ഞാൻ 1 ടീസ്പൂൺ കടായി മസാലയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല ആണ് എടുത്തിട്ടുള്ളത്. ഈ കടായി മസാല ആണ് കേട്ടോ ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പം ഇത് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ മല്ലിപ്പൊടിയും ചെറിയ ജീരകത്തിൻ്റെ പൊടിയും ഒന്ന് ചൂടാക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണേ, ഞാനിടാം. ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പിടുമ്പോൾ സൂക്ഷിക്കുക, നമ്മളിതിലേക്ക് ചീസും അതുപോലെ തന്നെ മാഗി ക്യൂബും ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് നോക്കിയിട്ടിടാം. ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ അതാ നമുക്ക് ചിക്കൻ വേവിക്കാനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ചിക്കന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടായി മസാല കേട്ടോ ഇതിനൊരു സ്പെഷ്യലായിട്ടുള്ള ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ പറയണേ. അല്ലെങ്കിൽ മല്ലിപ്പൊടിയും ചെറിയ ജീരകത്തിൻ്റെ പൊടിയും ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് ഇട്ട് കൊടുത്താൽ മതിയേ. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് മാഗി ക്യൂബാണ്. ഒരു മാഗി ക്യൂബിൻ്റെ ഒരു 1/4 ഭാഗം മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് നേരത്തെ സൂക്ഷിച്ചിട്ട് ഉപ്പിടണമെന്ന് പറഞ്ഞത്. മാഗി ക്യൂബിൽ ഓൾറെഡി ഉപ്പുണ്ടല്ലോ. ഇപ്പം ഞാനിത് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഞാൻ ഒരു 1/4 ഭാഗം എടുത്തിട്ടുള്ളത്. നിങ്ങൾ എത്ര ചിക്കനാണോ എടുക്കുന്നത് അതിനനുസരിച്ച് മാഗി ക്യൂബിൻ്റെ അളവിലും മാറ്റം വരുത്താം കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് ചിക്കനൊന്ന് വേവിച്ചെടുക്കാം. ഇവിടുത്തെ ചിക്കൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടെൻഡറായിട്ടുള്ള ചിക്കനാണ്, അതുകൊണ്ട് പെട്ടെന്ന് വേവും. അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കാത്തത്. അപ്പോൾ നാട്ടിലെ ചിക്കനാകുമ്പോൾ നിങ്ങൾ എന്തായാലും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ദാ ചിക്കനൊക്കെ അത്യാവശ്യം ഒരു 1/4 ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 1/4 ഭാഗം ക്യാപ്സിക്കം കട്ടാക്കിയതും അതുപോലെ തന്നെ ഒരു മീഡിയം സൈസുള്ള ഉള്ളി എടുത്തിട്ടുണ്ട്. അതൊന്ന് കട്ടാക്കിയിട്ടുള്ളതാണ്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങളെടുക്കുന്ന ചിക്കനും ക്യാപ്സിക്കം ഉള്ളിയെല്ലാം ക്വാണ്ടിറ്റി കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ച് അളവിൽ മാറ്റം വരുത്താം കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളൊന്ന് ഉള്ളിയൊക്കെ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്ന വരെ ഒന്ന് വാട്ടി കൊടുക്കാം. വെന്ത അലിയൊന്നും വേണ്ട, ഒരു ട്രാൻസ്പെറൻ്റ് ആയാൽ മതി. ആ ഉള്ളീൻ്റെയും ക്യാപ്സിക്കത്തിൻ്റെയും കടി നഷ്ടപ്പെട്ടു പോവാതെ ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള മസാല ആണ്, എന്നാൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ടേസ്റ്റ് തരുന്നൊരു മസാല ആണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ആക്കണം ഒരു വട്ടെങ്കിലും. പിന്നീട് നിങ്ങൾ വീണ്ടും വീണ്ടും ഇത് ഉണ്ടാക്കി നോക്കും. അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പം നല്ല അടിപൊളി ടേസ്റ്റുള്ള സമൂസയാണ്, ഒരു വെറൈറ്റി ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കിയേ. അപ്പോൾ മസാല ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സ്മോക്കി ഫ്ലേവർ കൊടുക്കാനായിട്ട് ഞാൻ ഒരു ചാർക്കോൾ കത്തിച്ചിട്ട് ഒരു ഫോയിലാക്കിയിട്ട് നടുക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പുക വരുമ്പോൾ തന്നെ നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഞാൻ അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതെന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ചെയ്യണം കേട്ടോ. ആ ഒരു സ്മോക്കി ഫ്ലേവർ കിട്ടാനായിട്ട് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ. ഇനി ഇതിന് വേണ്ട മാവ് നമുക്ക് കുഴച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. നിങ്ങളെടുക്കുന്ന മസാലക്കനുസരിച്ച് മൈദേൻ്റെ അളവിലും മാറ്റം വരുത്താം കേട്ടോ. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം. അതിനുശേഷം നമ്മളിത് ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കുന്ന പോലെ തന്നെ ചെറു ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ആക്കിയിട്ട് തന്നെ കുഴച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു 15 മിനിറ്റ് വരെ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇതിന്ന് ഫോയിലും ആ ചാർക്കോളും ഒന്ന് എടുത്ത് മാറ്റി വെക്കാം. നല്ല സ്മോക്കി ഫ്ലേവറോട് കൂടിയിട്ടുള്ള മസാലയാണ്, അടിപൊളി ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ. ഇനി നമുക്കിതാ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി പത്തിരി ഒന്ന് പരത്തിയെടുക്കാം. പൂരീൻ്റെ അത്രയുള്ള ഉണ്ടകളാക്കിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് പരത്തിയെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സമൂസ ആക്കിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു അച്ചിലാണ് ചെയ്തെടുക്കുന്നത്. ഇപ്പം സമൂസൻ്റെ സ്റ്റിക്കും കാര്യങ്ങളെല്ലാം എല്ലായിടത്തും ഉണ്ടല്ലോ. അപ്പോൾ അതിൽ വേണമെങ്കിൽ അങ്ങനെ ഒന്നായിട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു അച്ചിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പം അച്ചും സ്റ്റിക്കൊന്നും ഇല്ലാത്തവർക്കാണെങ്കിൽ കയ്യിൽ വേണമെങ്കിൽ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ ചെയ്തെടുക്കാം കേട്ടോ. ഞാനിതിലേക്ക് ഫില്ലിങ് നിറച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ മേലേക്ക് ഇനി ഞാൻ കുറച്ച് മൊസറല്ല ചീസാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതും നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യണം കേട്ടോ. അപ്പോഴാണ് ആ ഒരു നല്ല ചീസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള സമൂസ കിട്ടുകയുള്ളൂ. ഈ കടായി മസാലയും കൂടി ചേർക്കുമ്പോഴാണ് കേട്ടോ ഇതിനൊരു വെറൈറ്റി ടേസ്റ്റ് വരുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ അങ്ങനെയൊക്കെ തന്നെ ചേർക്കുക. കടായി മസാല വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് പറയണേ.
ഇനിയിപ്പോൾ ഇതെല്ലാവർക്കും അറിയാലോ, എല്ലാ സ്റ്റിക്കിലും അച്ചിലും എല്ലാം ചെയ്തെടുക്കുന്നത് ഇങ്ങനെ തന്നെയാണെന്ന്. ഇനിയിപ്പോൾ സ്റ്റിക്കും അച്ചും ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ സാധാ നമ്മൾ സമൂസ ഉണ്ടാക്കിയെടുക്കാറില്ലേ, നമ്മൾ നോർമലായിട്ട് അതുപോലെ ചെയ്തെടുത്താൽ മതിയേ. ഞാൻ അതും ഒരെണ്ണം കാണിക്കാം കേട്ടോ, സാധാ രീതിയിൽ സമൂസ ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന്. എല്ലാവർക്കും അറിയാവുന്നത് തന്നെ ആയിരിക്കും, എന്നാലും ഒന്ന് കാണിക്കാം. പരത്തിയെടുത്തിട്ടുണ്ട്, 4 ഭാഗം ഒന്ന് കട്ടാക്കിയെടുക്കാം. ഇതാണ് എല്ലാ വീടുകളിലും പണ്ട് മുതലേ ചെയ്തു വരുന്നൊരു മെത്തേഡാണ് ഈ ഒരു സമൂസ രീതി. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നത് തന്നെ ആയിരിക്കും. ഇതുപോലെ ഒന്ന് കോണുണ്ടാക്കിയെടുത്തിട്ട് അവിടെ ഒന്ന് പിരിച്ചിട്ടൊന്ന് സീലാക്കി കൊടുക്കുക. ഇനി നമുക്കിതിൻ്റെ കോണിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ് നിറച്ച് കൊടുക്കുക. എന്നിട്ട് ചീസ് മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ടത് സീൽ ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ അല്ലേ, നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റി സ്മോക്കി ഫ്ലേവറുള്ള ചീസി ആയിട്ടുള്ള നല്ല അടിപൊളി സമൂസ ആണ് കേട്ടോ. നിങ്ങളിത് കഴിച്ചാലില്ലേ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും, അത്രയ്ക്ക് ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങളൊരു വട്ടെങ്കിലും ഇത് ട്രൈ ആക്കി നോക്കണേ. കൂടെ നിങ്ങളെല്ലാവരും എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ കേട്ടോ. ഇതാ ഇപ്പം ഞാൻ എല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഓയിൽ ചൂടാക്കിയിട്ടുണ്ട്, ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ലൈറ്റ് ഗോൾഡ് കളറാകുമ്പോൾ തന്നെ നമുക്കിതിൽ നിന്നും എടുത്ത് മാറ്റാം കേട്ടോ. ഒരുപാട് ഡാർക്കാക്കി എടുക്കണ്ട. ഇനി നമുക്കിതിൽ നിന്ന് കോരിയെടുത്ത് മാറ്റാം. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരും എന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ പിന്നെ എല്ലാ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പികൾ, നല്ല സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പികൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിൽ കാണാനായിട്ട് പറ്റുമേ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. ഇപ്പോൾ അത് ഞാൻ എല്ലാം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൗണ്ട് തന്നെ കേൾക്കുമ്പോൾ കണ്ടില്ല, നല്ല ക്രിസ്പിയാണിത്, നല്ല ചീസി ആയിട്ടുള്ള സമൂസയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടവും. വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്മോക്കി ഫ്ലേവറും ആ കടായി മസാല ഇടുന്നത് കൊണ്ട് തന്നെ ഒരു അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് കടായി മസാല വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും അറിയിക്കണേ. പിന്നെ ഇതിൽ പത്തിരി പരത്തുമ്പോൾ ഞാൻ പലാപ്പൊടിയായിട്ട് ഇട്ടിരിക്കുന്നത് അരിപ്പൊടിയാണ്, അതുകൊണ്ടാണ് ഇത് ഇത്ര ക്രിസ്പി ആയിട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും അതൊന്ന് പലാപ്പൊടി ഇട്ടിട്ട് പരത്തണേ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. മറ്റൊരു അടിപൊളി വീഡിയോയിലൂടെ കാണാം. താങ്ക്